എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 8 തരം സെൽഫ് എസ്റ്റീമും അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വളരെ ഹൈ ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം ഉണ്ടാവേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും ആത്മവിശ്വാസം ഉള്ള ഒരു ജീവിതം നയിക്കുവാനും വളരെയധികം അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ ഉയർന്ന സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനമില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ മുകളിൽ കയറി നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ തീർച്ചയായിട്ടും സെൽഫ് എസ്റ്റീം എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെൽഫ് എസ്റ്റീം എത്ര തരത്തിലുണ്ട്, ഏതൊക്കെയാണത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സെൽഫ് എസ്റ്റീം എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസിൻ്റെയും നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വില, നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസ്, നിങ്ങൾ നൽകുന്ന റെസ്പെക്റ്റ്, ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഒരു സെൽഫ് എസ്റ്റീം. എങ്ങനെയാണ് നിങ്ങളെ കണക്കാക്കുന്നത്? യുവർ പെർസെപ്ഷൻ എബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഫെയർ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ ആസ്പദമാക്കിയിരിക്കും. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഹയർ ആയിരിക്കുന്നിടത്തോളം നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും എല്ലാം വളരെയധികം ഹൈ ആയിരിക്കുകയും ചെയ്യും. നേരെ തിരിച്ച് സെൽഫ് എസ്റ്റീം ലോവർ ആണെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും അതേപോലെ തന്നെ ഈ സെൽഫ് കോൺഫിഡൻസും കുറവായിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നിങ്ങളുടെ എക്സ്പീരിയൻസിനും നിങ്ങളുടെ ലൈഫിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതും മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേപോലത്തെ സെൽഫ് എസ്റ്റീം ആയിരിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ പക്വതയ്ക്കനുസരിച്ച് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിൽ 8 തരം സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് ഹൈ ആൻഡ് അൺസ്റ്റേബിൾ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൽഫ് എസ്റ്റീമാണ് ഹൈ ആൻഡ് അൺസ്റ്റേബിൾ. ഇവർക്ക് നല്ല ഉയരത്തിലുള്ള നല്ല ഹൈ ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം ഉണ്ടാവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സെൽഫ് എസ്റ്റീം ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ, ചെറിയ മാനസിക സമ്മർദ്ദം വന്നാൽ പെട്ടെന്ന് ഇവരുടെ സെൽഫ് എസ്റ്റീം ഡൗൺ ആവുകയും ഇവർക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ്, ഒരു നിരാശ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളതാണ് ഹൈ ആൻഡ് അൺസ്റ്റേബിൾ. അത് മാത്രമല്ല, ഹൈ ആൻഡ് അൺസ്റ്റേബിൾ ആയിട്ടുള്ളവർ സ്വയം ചോദ്യം ചെയ്യുവാനും തുടങ്ങും. ചെറുതായിട്ടൊരു സ്ട്രെസ്സ് വന്നാൽ, ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വന്നാൽ, അതിൽ ശരിക്കും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നാൽ ഉടനെ സ്വയം പഴിക്കാൻ തുടങ്ങുകയും സ്വയം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽഫ് എസ്റ്റീമാണ് ഹൈ ആൻഡ് അൺസ്റ്റേബിൾ. ഇനി രണ്ടാമത് ഹൈ ആൻഡ് സ്റ്റേബിൾ. ഇങ്ങനെയുള്ളവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അവരുടെ എബിലിറ്റീസിനെ കുറിച്ചും അവർ കൃത്യമായി അവരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചും മാനസികമായിട്ടുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ചും ചലഞ്ചിങ് സർക്കംസ്റ്റാൻസസിൽ എങ്ങനെയാണ് അവർക്ക് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വളരെയധികം നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കും. മറ്റുള്ളവർ ഇവരുടെ അഭിപ്രായത്തോട് ഡിസഗ്രി ചെയ്താലും അതിനെതിരെ സംസാരിച്ചാലും ഇവർക്ക് യാതൊരു കൂസലുണ്ടാവില്ല. അവരുടെ ആർഗ്യുമെൻ്റ് അവർ തോൽക്കാറില്ല. അവരുടെ സെൽഫ് എസ്റ്റീം ഹൈ ആയിരിക്കും. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒരിക്കലും ഡൗൺ ആവാറില്ല. സെൽഫ് റെസ്പെക്റ്റും ഡൗൺ ആവാറില്ല. ഇങ്ങനെയുള്ളതാണ് ഹൈ ആൻഡ് സ്റ്റേബിൾ. സാധാരണഗതിയിൽ നല്ല ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ സെൽഫ് എസ്റ്റീം ഹൈ ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത് അൺസ്റ്റേബിൾ ആൻഡ് ലോ. ഇങ്ങനെയുള്ളവരാണ് സാധാരണഗതിയിൽ ഒരുപാട് നമ്മളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ധാരാളം കാണാറുള്ള ഒന്നാണ്. എല്ലാ സെൽഫ് എസ്റ്റീം അവർക്ക് വളരെ കുറവ് സെൽഫ് എസ്റ്റീം ആയിരിക്കും. അത് മാത്രമല്ല, അവരുടെ അതിനെക്കുറിച്ചിട്ടുള്ള പെർസെപ്ഷനും അവരുടെ കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെയധികം ലോ ആയിരിക്കും. അവർ സ്വയം ചോദ്യം ചെയ്യും, അങ്ങേയറ്റം ഡിപ്രസ്ഡ് ആയിരിക്കും, എപ്പോഴും നിരാശരായിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും, വളരെയധികം ആങ്ഷ്യസ് ആയിരിക്കും. അവർക്ക് ചെയ്യാൻ കാര്യങ്ങൾ പറ്റില്ല എന്നൊരു ചിന്താഗതി അവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നാലാമത്തെ തലപ്പ് സ്റ്റേബിൾ ആൻഡ് ലോ. ഇപ്പോൾ ഇവരുടെ സ്റ്റേബിളാണ്, അതായത് ഇവരുടെ ചിന്തകൾ സ്റ്റേബിൾ ആൻഡ് ലോ എസ്റ്റീം ടെൻഡ് ടു ബി underestimated a lot and unless they prove their mettle. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചെയ്ത് ധാരണയുണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അവർ സ്റ്റേബിൾ ആവുകയുള്ളൂ. അവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ല ധാരണ ലഭിക്കുകയുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജസിൽ അവർ സ്റ്റേബിൾ ആയിരിക്കാം, പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കോണമെന്നില്ല. ദേ ആർ കൺസിഡേർഡ് ടു ബി എ ബ്ലാക്ക് ഷീപ്പ്. അവരവിടെ അവൈലബിൾ ആണ്, പക്ഷേ അവരുടെ കഴിവുകൾ പുറത്തേക്ക് വരണം. They are more than capable of
ഫുൾഫില്ലിങ് ദെയർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. അവർക്ക് അവരുടെ ഡ്രീംസിനെയും ഫുൾഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ആൾ ദ നീഡ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എൻകറേജ്മെൻറ്റ്. അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരാണ് സ്റ്റേബിൾ ആൻഡ് ലോ ടൈപ്പ് ഓഫ് സെൽഫ് എസ്റ്റീം ഉള്ളവർ എന്ന് പറയുന്നത്. അടുത്തതായി റെഗുലർ ആൻഡ് വൾണറബിൾ. ഇവർ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടൈപ്സ് ഓഫ് സെൽഫ് എസ്റ്റീം ആണ്. പോസിറ്റീവ് സെൽഫ് പെർസെപ്ഷൻ, അവർ സെൽഫ് പെർസെപ്ഷൻ വളരെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ സംതിങ് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആൻഡ് എൻഡ് അപ്പ് ടേക്കിംഗ് എ ടോൾ ഓഫ് ഓൺ യു. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നാൽ ഉടനെ അവർ വളരെയധികം ഡൗൺ ആയി പോകും. യു എൻഡ് അപ്പ് ഇൻ എ വെരി ഫ്രജൈൽ മെൻ്റൽ ആൻഡ് എമോഷണൽ സ്റ്റേറ്റ്. പെട്ടെന്ന് വളരെയധികം തകർന്ന ഒരവസ്ഥയിലേക്ക് പോകും. ആൾ റെഗുലറാണ്, പക്ഷെ പെട്ടെന്ന് തകർന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളവരെയാണ് റെഗുലർ ആൻഡ് വൾണറബിൾ എന്ന് വിളിക്കുന്നത്. ഈ പർട്ടിക്കുലർ ടൈപ്പ് ലീഡ്സ് യു ടു റിമൂവ് യുവർസെൽഫ് ഫ്രം ദ സിറ്റുവേഷൻ ആൻഡ് യു ട്രൈ യുവർ ബെസ്റ്റ് നോട്ട് ടു മേക്ക് എനി മേജർ ഡിസിഷൻസ്. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും സ്വയം ഓടി രക്ഷപ്പെടുന്ന ഒരു പ്രവണത, റിസ്ക് എടുക്കാൻ കഴിയാത്ത ഒരു പ്രവണത ഉണ്ടായിരിക്കുന്ന ഈ സെൽഫ് എസ്റ്റീം ടൈപ്പിനെയാണ് റെഗുലർ ആൻഡ് വൾണറബിൾ സെൽഫ് എസ്റ്റീം എന്ന് പറയാവുന്നത്. അടുത്തത് ഇൻഫ്ലേറ്റഡ് ആണ്. അവർക്ക് സാധാരണഗതിയിൽ അത്രയധികം സെൽഫ് എസ്റ്റീം ഉണ്ടാവുകയില്ല, പക്ഷേ അവരവരുടെ സെൽഫ് എസ്റ്റീമിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാനൊരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള, പക്ഷേ ഇന്നബിലിറ്റി ടു കൺസിഡർ റെസ്പെക്ട് അതർ പീപ്പിൾസ് ഒപ്പീനിയൻ. മറ്റുള്ളവരുടെ ഒപ്പീനിയനെ അവർ കെയർ ചെയ്യുകയില്ല, ചോദിക്കുകയുമില്ല, അതിന് അവർ കെയർ ചെയ്യുന്നുമില്ല. People with inflated self-esteem tend to believe they are better than everyone else around them. ചുറ്റുപാടുമുള്ളവരെല്ലാവരെയും കാളും ഞാൻ ബെറ്ററാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം ഉള്ളവർ. ബിക്കോസ് ദേ ആർ വെരി ഈഗോയിസ്റ്റിക്. അത് മാത്രമല്ല, അവർ ഈഗോയിസ്റ്റ് ആണ്. ദേ ഹാവ് എ ഹാർഡ് ടൈം ലിസണിങ് ടു അതേഴ്സ്. മറ്റുള്ളവരെ അവർ മര്യാദയ്ക്ക് കേൾക്കുക പോലുമില്ല. അതിന് പുറമെ മറ്റുള്ളവരോട് അവർക്കൊരു തരം വെറുപ്പായിരിക്കും. മറ്റുള്ളവരുടെ വ്യൂ പോയിൻറ്റ്സിനോട് അവർക്കൊരു തരം ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുക. ഇതാണ് ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം. അടുത്തത് ഹൈ ആൻഡ് സ്ട്രോങ്. എല്ലാ ടൈപ്പ് ഓഫ് സെൽഫ് എസ്റ്റീമിലും ദിസ് വൺ ഈസ് ദ ഹെൽത്തിയസ്റ്റ് ടൈപ്പ്. ഇവിടെ ഇഫ് യു ഹാവ് ഹൈ ആൻഡ് സ്ട്രോങ് സെൽഫ് എസ്റ്റീം, യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഇറ്റ് ഈസ് നോ വേ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് യു ക്യാൻ ആസ് എ പേഴ്സൺ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ജോലി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തും ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ ആ വ്യക്തിക്കറിയാം, ഇതല്ല ഞാൻ, എനിക്കിതിനും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും, ഇതൊരു സാധാരണ മിസ്റ്റേക്ക് മാത്രം എന്ന് സ്വയം വിശ്വസിക്കുന്ന, സ്വന്തം കഴിവുകളിൽ അങ്ങേയറ്റം സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്കാണ് ഈ ടൈപ്പ് ഓഫ് ഹൈ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം ഉണ്ടാവുക. അടുത്ത ടൈപ്പാണ് ലോ ആൻഡ് ഡിക്രീസ്ഡ്. പീപ്പിൾ വിത്ത് ലോ സെൽഫ് എസ്റ്റീം യൂഷ്വലി ഡോണ്ട് അപ്രീഷിയേറ്റ് ദംസെൽസ് അറ്റ് ആൾ. അവർക്ക് അവരെ ഒരു തരത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട് അവരെ കുറിച്ചിട്ടുള്ളത് വളരെയധികം മോശമായിരിക്കും. കോൺസ്റ്റൻ്റ്ലി തിങ്ക് ദേ ആർ നോട്ട് ഗുഡ് ഇനഫ്. അവർ ഈ ഒരു ജോലിക്ക് ശരിയല്ല, അല്ലെങ്കിൽ ഏത് ജോലിക്കും ശരിയല്ല എന്ന് റിപ്പീറ്റഡ്ലി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ. അവർക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുകയില്ല, മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ കഴിയുകയില്ല, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുവാൻ തന്നെ കഴിയില്ല. ചുറ്റുപാടുമുള്ളവരെല്ലാം എന്നെ അപായപ്പെടുത്താൻ, ബുദ്ധിമുട്ടിക്കാൻ വരുന്നവരാണ് എന്ന് കരുതുന്നവരാണ് ഈ ലോ ആൻഡ് ഡിക്രീസ്ഡ് സെൽഫ് എസ്റ്റീം ഉള്ളവർ. ഇനി നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ഇപ്പോൾ ഇത് ഏതിലാണെങ്കിലും നമുക്ക് നല്ല ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, യു ആർ ഡൂയിങ് വെൽ. പക്ഷേ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബി പ്രൗഡ് ഓഫ് ഹൂ യു ആർ. താങ്കളെക്കുറിച്ചിട്ടുള്ള താങ്കളുടെ പെർസെപ്ഷൻ പെർഫെക്റ്റ് ആയിരിക്കണം, എപ്പോഴും പ്രൗഡായിരിക്കണം. എൻ്റെ കഴിവുകേടുകൾ ആവശ്യമെങ്കിൽ ഞാൻ അതിനെ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിലും പ്രധാനം ഞാൻ കഴിവുകളിലേക്കാണ് കൊടുക്കുന്നത്. വാട്ട് എവർ യു മൈറ്റ് ഹാവ് അച്ചീവ്ഡ് ഇൻ ദ ലൈഫ്, ഇതുവരെ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, വെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, ഓവർകം ചെയ്തിട്ടുണ്ടോ, പാസ് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ സ്വയം അഭിമാനിതനാവാൻ, പ്രൗഡാവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഹൈ. പെർഫെക്ഷൻ ഈസ് ഓവർ റേറ്റഡ്. ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മൾ ജെന്യൂയിനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഭംഗിയായി ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണോ? ആരും നിങ്ങളോട് 100% പെർഫെക്ഷൻ ചോദിക്കാറില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യാൻ കഴിയണം. എഗെയിൻ, എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യും.
പെർഫെക്ഷൻ അപ്പോൾ വരും. തുടക്കത്തിൽ തന്നെ പെർഫെക്ഷൻ വേണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടപ്പാവുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ്, നിരാശയായിരിക്കും ഫലം. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ തീർച്ചയായും അഹങ്കരിക്കരുത്, അഭിമാനിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഡോണ്ട് ഒബ്സസ് അബൌട്ട് ബീയിങ് പെർഫെക്റ്റ്. പെർഫെക്ഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞ ഒരു മരീചികയാണ്, ഒരു പ്രഹേളികയാണ്. ആ പെർഫെക്ഷൻ എപ്പോഴും വേണം എന്ന് കരുതി നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇൻഫ്ലേറ്റ് ചെയ്യരുത് എന്നർത്ഥം. പെർഫെക്ഷനിസം എന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ ശപിച്ചുകൊണ്ട് പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് പെർഫെക്ഷൻ ഇവിടെ ഒരു പ്രശ്നമല്ല, പെർഫെക്ഷൻ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് പെർഫെക്ഷനിലേക്ക് കൂടുതൽ അടുക്കാതിരിക്കുക. എല്ലാം ശരിയാകും, ട്രെയിനിങ്ങിലൂടെ എല്ലാം ശരിയാകും, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുക. പെർഫെക്ഷനിസം ഓവർ റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബെറ്റർ സ്റ്റോപ്പ് ജഡ്ജിങ് യുവർ സെൽഫ് വർത്ത്. ഹൗ ടു ഇംപ്രൂവ് സെൽഫ് എസ്റ്റീമിൻ്റെ മൂന്നാമത്തതാണ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ സംടൈംസ്. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഒരു ചെറിയ തോൽവി, ഒരു പരാജയം, ബുദ്ധിമുട്ട്, പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ സാധാരണമാണ്. അടുത്ത പ്രാവശ്യം ഞാനത് ശരിയാക്കിക്കോളാം എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഒരു പ്രശ്നം വന്നാലുടനെ തകരുന്ന ഒരു രീതി, ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാവരുത് എന്നർത്ഥം. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ്, അതിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നല്ല രീതിയിൽ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.